ബ്ലേഡ് എടുക്കാനുണ്ടാവോ? എന്റെ പേനാക്കത്തുണ്ട്. ഇത് ഞാൻ AKCP ചേർന്നപ്പോ ഒരു ആത്മരക്ഷാർത്ഥം ഇത് കൈ കരുതിയതാ. ആണോ? ഗുഡ്. എപ്പോഴും ഇങ്ങനെ തന്നെ വേണം. എന്തു പറ്റി? തങ്കപ്പൻ ചേട്ടനെ പാമ്പ് കടിച്ചു. ഏത് പാമ്പ്? കുത്തിയിട്ട് പോയി. പേര് പറഞ്ഞില്ല, ഇനി പേര് പറയുമ്പോ പറയാം. ചുമ്മാ പോട്ടെ, സാരമില്ല. പേടിക്കണ്ട നോക്കട്ടെ. ഓ, ലക്ഷണം കണ്ടിട്ട് ഇത് പച്ചില പാമ്പാണെന്ന് തോന്നുന്നു. പച്ചില പാമ്പാന്ന് ആര് പറഞ്ഞു? ഞാനിപ്പോ പറഞ്ഞു കേട്ടില്ലയോ? അതെ, പാമ്പ് കടിച്ചവനെ കണ്ടാലറിയാം ജാതിയും മതവും ഏതാണെന്ന്. ഇത് പച്ചില പാമ്പ് തന്നെ. പച്ചില പാമ്പാന്ന് ഇത്ര ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്താ? അത് പിന്നെ ഏത് പാമ്പ് കടിച്ചാലും ആളങ്ങ് ബ്ലൂ ആവും, നീല. ഇതിപ്പോ പച്ചില പാമ്പാ കടിച്ചിരിക്കുന്നത്, കളർ ചേഞ്ച് ആവൂല. ഇതാ കണ്ടില്ലേ പച്ച പച്ചാന്നിരിക്കുന്നത്. പിടിച്ചോ. നിങ്ങൾ എന്ത് ചെയ്യാൻ പോന്നു? ആദ്യം ചെറിയൊരു മുറിവുണ്ടാവും. എങ്ങനെയാ മുറിക്കേണ്ടത്? എന്നാ പിന്നെ അധിക ചിഹ്നമായിട്ട് മുറിച്ചാ മതി. നിങ്ങൾ ഗുണന ചിഹ്നമായിട്ട് മുറിച്ചാൽ ഓക്കെ. ചേച്ചാ മാറി നിക്ക്. ചോരപ്പുഴ ഒഴുകട്ടെ, കൊറേ വിഷയത്തിനകത്തുനിന്ന് പോകാനുണ്ട്. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. വിഷം വലുതായിട്ടൊന്നും ശരീരത്തിൽ കേറിയിട്ടില്ലെന്നേ. കേറിയിട്ടുണ്ടായിരുന്നെ 10 മിനിറ്റിനകം തട്ടിപ്പോവില്ലേ? ആണോ? കൊള്ളാം. ഇതൊന്നും അറിയാൻ പാടില്ലേ? ഇല്ല. ഇല്ലേ? ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ചിരിച്ചിരിച്ചിട്ട് ഊപ്പാട് വന്നു. എന്റെ അപ്പൂപ്പന്റെ അനിയനെ ഒരിക്കലും ഒരു പാമ്പ് ഓടിച്ചിട്ടും കഴിച്ചു. ശരിക്കും പറഞ്ഞ പാമ്പ് കളി കണ്ടോണ്ട് നിൽക്കുമ്പോഴായിരുന്നു ഈ പാമ്പ് കടിച്ചത്. അല്ല, നിങ്ങൾ ഇങ്ങനെ കഥയും പറഞ്ഞോണ്ട് നിന്നാ മതിയോ? ഈ പാവപ്പെട്ടനെ പെട്ടെന്ന് ആശുപത്രിയിൽ ഒന്ന് മിണ്ടാരിയട പറഞ്ഞു. ഇതൊന്ന് പറഞ്ഞു തരട്ടെ, എന്നിട്ടില്ലേ ബാക്കി കാര്യം അല്ലേ? അങ്ങനെ എന്റെ കൊച്ചപ്പൂപ്പൻ ഈ പാമ്പ് കളി ഇങ്ങനെ കണ്ടോണ്ട് നിൽക്കുകയായിരുന്നു. മന്നിച്ച് നിൽക്കുമ്പോൾ കൊച്ചപ്പൂപ്പന്റെ കാലിൽ ഒരൊറ്റ കടി. എന്ത് പട്ടിയാണോ? അല്ല, ആ പാമ്പാട്ടി. പാമ്പാട്ടി മലർന്നു കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ. ആ കടിയോടെ എന്റെ കൊച്ചപ്പൂപ്പൻ അയ്യോ, തങ്കപ്പന്റെ കാറ്റ് പോയി. തങ്കപ്പ, അയ്യോ, തങ്കപ്പന്റെ കാറ്റ് പോയേ. അയ്യോ, വടിയായെന്നാ തോന്നുന്നത്. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? നിന്നോട്ടെ. തങ്കപ്പനെ പാമ്പ് കടിച്ചതാ. അയ്യോ, പേടിക്കാനൊന്നുമില്ല. ചെറിയൊരു മൂർഖം കടിച്ചതാണ്, സാരമില്ല. നോക്ക് വൈദ്യരെ, ഇത് മയക്കമാണ്, പാമ്പല്ല. മുതല കടിച്ച വിഷം വരെ തുപ്പിച്ചവന ഈ ബാലം വൈദ്യർ. പൊന്നമ്മക്കറിയാതെ മനുഷ്യന്റെ കാര്യം എത്രയൊക്കെ. അതിന് നീ കരയാതെ. പാമ്പ് കടിച്ചൊന്നുമല്ല, ഇത് മുള്ളോ മറ്റോ കൊണ്ടതാണ്. ആദ്യം ആശുപത്രി ചെന്ന് ഈ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടണം. ആരായി കാൽ തുരുതര വെട്ടിയത്? എവിടെ അവര്? എന്റെ പ്രാർത്ഥന കൊണ്ടാ മോന് പാമ്പ് കടി ഏക്കാത്തത്. പാമ്പ് കടിച്ചത് കേട്ട ഉടനെ ഞാൻ മണ്ണാറശാലയിലേക്ക് ഒരു 2 പവനിൽ തീർത്ത ഒരു സർപ്പരൂപം നേർന്നു. ഞാൻ അത് ചെയ്യും. നേർന്നത് വല്യച്ഛനാണെങ്കിലും നേർച്ച കൊടുക്കേണ്ടത് തങ്കപ്പൻ സാറാണ്. 2 പവൻ എന്ന് പറയുമ്പോ 10-15,000 രൂപയാകൂലേ? എത്ര രൂപയായാലും ആ നേർച്ച അങ്ങ് പാലിക്കണം, അല്ലെങ്കിൽ വീണ്ടും സർപ്പദംശനത്തിൽ യോഗം കാണുന്നുണ്ട്. അല്പസ്വല്പം ജ്യോതിഷമൊക്കെ വശമുള്ളോണ്ടാ ഞാനീ പറയുന്നത്. സർവേശ്വരാണാം ദിഷ്ണേസ്തി നിത്യം സാന്നിധ്യമസ്മാൽ ദിഷണേനുകൂലി പ്രായോനുകൂല സകലസ്ഥദേവ തത് പ്രാതികൂലേ സതിനാനുകൂല. കേട്ടോ, കാട്ടുപല്ലി ചലിച്ച കേട്ടോ. ഇവരെന്താണ് കാട്ടുപല്ലിയായത്? മിണ്ടാതിരി മോനെ. വൈദ്യര് പറയൂ. മുടങ്ങാതെ നാഗർകോവിൽ, നാഗർകോവിലല്ല, നാഗർകാവിൽ
ആയില്യത്തിന് വിളക്ക് തെളിയിക്കണം. അല്ല, നിങ്ങൾക്ക് പൂജയും മന്ത്രവും ഒക്കെ അറിയാവുന്ന ആളല്ലേ? സർപ്പദോഷത്തിന് ഒരു പരിഹാര പൂജ തന്നെ ആയിക്കോളൂ തങ്കപ്പന്റെ ചെലവിൽ. തീ കുറച്ചുകൂടെ ആവാം, നന്നായി തിളച്ച് വറ്റണം. പഞ്ചകർമ്മ ചികിത്സയ്ക്ക് രൂപ 10,000 ചെലവായത്. അതിന്റെ കൂടെ തങ്കപ്പേട്ടന്റെ കാലിന്റെ ചെലവ് വേറെ. അല്ല തങ്കപ്പേട്ട, വല്ലിച്ചൻ വന്നിട്ട് ആഴ്ച 2 ആയല്ലോ. ഇനിയും സ്വന്തം വല്യച്ഛനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് മനസ്സ് വന്നല്ലോ. ഇല്ല, നിന്നോട്ടെ, സാരമില്ല. പക്ഷേ ഈ പൂജയ്ക്കും വഴിപാടിനൊക്കെ എല്ലാം ഞാൻ നടത്തും. വല്യച്ഛൻ വന്നത് ഐശ്വര്യം കൊണ്ടാണ്. സ്വന്തം വല്ലിച്ചനായതുകൊണ്ടല്ലേ തങ്കപ്പേട്ട ഇങ്ങനെ പറയുന്നത്. എന്റെ ബന്ധുക്കൾ വല്ലതും ആയിരുന്നെങ്കിൽ അടിച്ചോടിച്ചേനെ. പാവം, സ്വന്തം വല്യച്ഛൻ ഇങ്ങനൊരു ബാധ്യതയായി തീരുമെന്നുള്ള പേടി കൊണ്ടാണ് ഇവളിങ്ങനെയൊക്കെ പറയുന്നത്. ആളൊരു മാരണമാണെങ്കിലും ഇവളുടെ വല്യച്ഛനെ എന്റെ വല്യച്ഛനെ പോലെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇവളൊന്നറിയട്ടെ. തങ്കപ്പേട്ടൻ എന്താ ആലോചിക്കുന്നത്? പൊന്നു എന്താ ആലോചിച്ചേ? ഏയ് ഒന്നുമില്ല. കടബാധ്യത 3 കർഷകർ കൂടി ജീവനൊടുക്കി. ഓ, കേരളത്തിലെ കർഷകരൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ കൃഷി ചെയ്യാൻ ഇനി ആരുണ്ടാവും? തങ്കപ്പോ, ആരിത്? സലീമോ? എന്ത് പറ്റിയോടോ നിന്റെ കാലിന്? ഒന്നും പറയണ്ട, പാമ്പ് കടിച്ചാണെന്ന് പറഞ്ഞ് എല്ലാരും കൂടി ഫസ്റ്റ് എയ്ഡ് ചെയ്താണ് വെട്ടി കീറിക്കളഞ്ഞ്. എവിടെ വെച്ച് പാമ്പ് കടിച്ചു? നമ്മുടെ ആ കോളനിയുടെ അവിടുത്തെ ചതുപ്പ് സ്ഥലമില്ല, അവിടെ വെച്ച്. നീ എന്തിനാ അങ്ങോട്ടൊക്കെ പോയേ? മരുന്നിന് കുറച്ച് ചെടി പറിക്കാൻ വേണ്ടി പോയതാണ്. മരുന്നിനോ? ആ, വല്യച്ഛൻ പഞ്ചകർമ്മ ചികിത്സയിലാണ്. അയാള് മിക്കവാറും എന്നെ കൊണ്ടേ പോകും. പാമ്പ് കടിച്ചവന്റെ നില ഇടിവെട്ട് കൊണ്ടുപോലെയാണ് എന്റെ അവസ്ഥ. പുള്ളി എനിക്കൊരു ഇടിവെട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കണം. നാശം പോണമില്ല. 2 ആഴ്ച നിന്നപ്പോ രൂപ എത്രയാ പൊടിഞ്ഞെന്നറിയോ? പൊളിയട്ടടോ, തന്റെ ഭാര്യയുടെ വല്യച്ഛൻ കേട്ടിടത്തോളം ഒരു നിധികുംഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മംഗലാപുരത്തെ ജുവലറി നടത്തിയ കക്ഷിയുടെ കയ്യില് ഏതായാലും നല്ലൊരു തുക ബാലൻസ് കാണും. അത് നിനക്കൂടി അവകാശപ്പെട്ടതല്ലേ തങ്കപ്പ? നിന്നാണ് സലീമേ, അതൊക്കെ കൊണ്ടാ ഞാൻ ഈ മൊന്തിയും മുടന്തിയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നു. എന്നാലും സഹിക്കാൻ പറ്റാത്ത ഭാരമായി പോയി. എവിടെ പോയി? വല്യച്ഛനും മോളും കൂടി അമ്പലത്തിൽ പോയിരിക്കുക. ആ, എന്നാ ഞാൻ പോയിട്ടോ. അതല്ല, എനിക്ക് വേറെ അത്യാവശ്യമായിട്ട് പോണം. ആ, നീ കാല് മുറിഞ്ഞ് കിടക്കുന്ന കണ്ടോണ്ട് ഞാൻ വന്നേല്ലയോ? ആ, അപ്പൊ ശരി. സോറി സോറി സോറി. അയ്യോ, കാലിന്റെ സുഖം അന്വേഷിക്കാൻ വന്നവൻ കാലിട്ട് പണി തന്നിട്ട് പോയോ? തരാം, കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ലേ. ഒരു 4,500 കേസല്ലേ, അതിന് എല്ലാ ദിവസവും വിളിച്ച് തെളിവണം. മോശം 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 മോശം. നാളെ തരാം. എടാ മക്കളെ, ഇവിടത്തെ ഫോൺ വർക്ക് ചെയ്യുന്നില്ലടാ. അതെന്തോ കേബിളിന്റെ പണി നടക്കണം, അതാണ്. കേബിളിന്റെ പണിയാ? എടാ, ഞാൻ ഫോണിങ് ബാലൻസ് ഇല്ല. ബാലൻസ് ഇല്ലേ? ആർക്ക്? എനിക്കല്ല, ഫോണില്. നീ ആ ഫോണിങ് തന്നെ. എടാ, ഇങ്ങോട്ട് തന്നെ. എടാ, ഇതിലെങ്ങനാടാ കുത്തുന്നേ? ഇങ്ങോട്ട് ഞാൻ കുത്തറ കാണിച്ചുതരാം. നമ്പർ പറ. 0091900991. ഇത് ഇന്റർനാഷണൽ കോൾ അല്ലേ? കാശ് ഒരുപാടാകും. നീ പെട്ടെന്ന് വിളിച്ചു തന്നെ, സമയമില്ല. എന്താ നമ്പർ പറ. 00912871. കൊള്ളാം, ഒന്ന് സ്ലോയിലി പറ. 0091287837. കിട്ടല്ലേ? അടിക്കണല്ലേ? ഹലോ, ആരുടെ? സുരേന്ദ്രനാ? ഇതാരെന്ന് മനസ്സിലായ? ആരെന്ന് പറ. എടാ, ഈ ശബ്ദം നിനക്ക് പരിചയമില്ലെന്ന് വെച്ചാ പറ, എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ മനസ്സിലായില്ലെന്ന് വെച്ചാ കൊള്ളത്തില്ലല്ലോ. എടേ, നിന്റെ അളിയ ഇപ്പോഴും ജബൽപൂരിൽ തന്നെ ആന്നോ? ആര്? രാജേഷോ? ഏത് രാജേഷ്? നല്ല പരിചയമുള്ള ശബ്ദം. പരിചയം ഉണ്ടെങ്കിൽ പറ, ആര്? GP അണ്ണനാ? ഏത് GP അണ്ണൻ? ജഗതിയിലുള്ള കണക്ക് പഠിപ്പിക്കുന്ന. കണക്ക് പഠിപ്പിക്കണ GP അണ്ണനാ? GP അണ്ണൻ തന്നെ. കഷ്ടം. എടാ, നിനക്ക് ഇത്രയും ആയിട്ടും ആളെ മനസ്സിലായില്ലെന്ന് പറഞ്ഞാ കഷ്ടം തന്നെടേ. അല്ല, ISD കോളാണ്. കാശ് നിങ്ങളുടെ തന്നെയാ പോകുന്നത്. എടാ, കാശ് പോട്ടെ, അത് സാരമില്ല. നീ ആളാരാണെന്ന് പറ. ഒരു ക്ലൂ തരാമോ?
ക്ലൂവും സ്റ്റൂളും ഒന്നും ഇല്ലടേ. നീ ആളാരെന്ന് പറയാ. എടാ ചുമ്മാ ആളെ വട്ടളക്കാതെ. നിനക്ക് ഇത്രയ്ക്ക് എന്റെ ശബ്ദം മനസ്സിലായില്ലെന്ന് വെച്ചാ കഷ്ടം തന്നടേ. ഹലോ ഹലോ. റാസ്കൽ, അവൻ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. നോക്കട്ടെ. ഓ, ഇത് കട്ടായതല്ല, പിന്നെ ഇതിന്റെ കാർഡ് തീർന്നതാണ്. ഓ, രാവിലെ 500 രൂപ ചാർജ് ചെയ്താണ്. എടാ മക്കളെ, പെട്ടെന്ന് ഒരു 1000 രൂപയ്ക്ക് കൂടി ചാർജ് ചെയ്യും. അവനെ എനിക്ക് ഒന്നുകൂടെ ഒന്ന് വിളിക്കണം. അവനെ അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. ഞാനേ ഒരു 10,000 രൂപക്ക് ചാർജ് ചെയ്യുന്നുണ്ട്. വല്യച്ഛനെ പരലോകത്തേക്ക് വിളിക്കാൻ. അല്ല, ഉഗാണ്ടയിലേക്ക് വിളിക്കാൻ. ഉഗാണ്ടയിലുള്ളതാര്? ഓ, നമ്മുടെ മുകുന്ദൻ. ഉഗാണ്ടയിൽ. നീ എന്നാലും അവനെ മറന്നില്ലല്ലോടാ. മിക്കവാറും ഇയാളെന്റെ മക്കളെ, തങ്കമ്മ, എനിക്ക് ഈ പാട്ട് കേട്ടാ ഞാനങ്ങ് ഇരുന്നു പോവും. ആ മക്കളെ, ആരാ ഈ പാട്ട് പാടിയെന്ന് നിനക്കറിയോ? പിന്നെ ശീർഷകാശി ഗോവിന്ദരാജ്. ശീർഷകാശിയാ? ശീർഷകാശി അല്ലെങ്കിൽ പിന്നെ ജാസിയാണ്. ജോസിയോ? ജോസി അല്ല, ജാസി. ടപ്പ് ടപ്പ് ടപ്പാണ്ട ടിപ്പ് 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 ടിപ്പ്. ആ ടപ്പ് 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 ടപ്പ്. ആ പുട്ട് 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 പുട്ട്. ആ പാട്ട് പറയാറില്ല. എടാ മക്കളെ, ഇത് രണ്ടും അല്ല. മുഹമ്മദ് റാഫിയുടെ പാട്ടാ. ആണോ? മംഗലാപുരത്തിരിക്കുമ്പോ റാഫിയുടെ നല്ലൊരു കളക്ഷൻ എന്റെ കയ്യിലുണ്ടായിരുന്നു. ഓ ഹാ, എന്താ പാട്ട്. ഓ തങ്കപ്പ, എനിക്കൊരു സിനിമ കണ്ടാ കൊള്ളാമെന്നുണ്ട്. ആ, ഇന്ന് എല്ലാവർക്കും കൂടി ഒരു സിനിമ കാണാൻ പോയാൽ എന്താ? വല്യച്ചാ, ഇന്ന് സിനിമ കൊട്ടയൊക്കെ പണിമുടക്കിലാണെന്ന് തോന്നുന്നു. ആ, ഒരു പണി മുടക്കൂല. ഞാനിന്ന് പത്രം വായിച്ചു. എന്നാ പോകാം. ഇവിടെ ഇങ്ങനെ അടച്ചുപൂട്ടി ഇരുന്നപ്പോ ഭയങ്കര ബോറടി. ഏത് സിനിമക്ക് പോണോന്ന് പറഞ്ഞാ മതി, ഞാൻ റിസർവേഷൻ ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട മക്കളെ, അത് ശരിയാവത്തില്ല. കാശ് ചെലവുള്ള കാര്യമല്ലയോ. കറക്റ്റ്. നമുക്ക് ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്യാം. മൂന്നാറിലോ കന്യാകുമാരിയിലോ വാഗമണ്ണിലോ എവിടാന്ന് വെച്ചാ നീ അങ്ങ് തീരുമാനിച്ചോ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ. എന്ത് തീരുമാനം? മക്കളെ, നീ ദേ അത് കണ്ടോ? ഇതിലുള്ളത് എന്റെ സമ്പാദ്യമാണ്. ഇതിന്റെ അവകാശികളായി നിങ്ങൾക്കിത് കൈമാറിയിട്ട് വേണം എനിക്ക് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ. വല്യച്ഛനെയും കൊണ്ട് പോകുന്നില്ല, ഞങ്ങളുടെ കൂടെ കഴിയും. ഇല്ല മക്കളെ, നിങ്ങളുടെ സ്നേഹം എനിക്കറിയാം. പക്ഷേ എനിക്ക് പോണം. കാശി, രാമേശ്വരം, ബദരീനാഥ്, മാനസ സരോവർ തീർത്ഥാടനത്തിന്റെ പദയാത്ര നടത്തി എനിക്ക് ഈ ലോകത്ത് നിന്ന് വിലയം പ്രാപിക്കണം. അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ആ പെട്ടി അത് ട്രിപ്പ് കഴിഞ്ഞിട്ട് ആണോ? എന്നാ നമുക്ക് നാളെ തന്നെ ട്രിപ്പിന് പോകാം. പൊന്നമ്മേ, പൊന്നു. മോളെ, ഇന്ന് കുറുമയില്ലേ? മട്ടൻ കുറുമ. വല്യച്ഛന് ആയുർവേദ ട്രീറ്റ്മെന്റിലല്ലേ? അതെ. പത്യം നോക്കണ്ടേ? മട്ടൻ കുറുമ കഴിക്കാൻ പാടില്ല. എന്തോന്ന് പദ്യം? എനിക്ക് കുറുമയില്ലാതെ ഒരു അരി ആഹാരം പോലും കഴിക്കാൻ പറ്റത്തില്ല. ട്രീറ്റ്മെന്റിലായതുകൊണ്ടാ ഞാൻ ഇന്ന് കഞ്ഞിയാക്കിയത്. തേങ്ങാപ്പാല് ചേർത്ത കഞ്ഞിയാ. അതൊക്കെ, പക്ഷേ എനിക്ക് ചിക്കനോ മട്ടനോ ഇല്ലാതെ ഞാൻ ഈ കഞ്ഞി എങ്ങനെ കഴിക്കും? നാളെ ആകട്ടെ, ഇപ്പൊ ഒഴിച്ച കഞ്ഞി കുടി. ഇന്നിപ്പോ തൽക്കാലം ഇത് മതി. നാളെ ഈ കഞ്ഞിയുടെ കൂടെ ചമ്മന്തി, പയറ്, പപ്പടം ഒന്നും വേണ്ട. കഞ്ഞിയുടെ കൂടെ നാളെ ഒരു 65 ചിക്കൻ. 65 ചിക്കനാ? അല്ല, പിന്നെ 65 ചിക്കൻ 65. അതും കഞ്ഞി നല്ല കോമ്പിനേഷൻ. കഞ്ഞി മുണുങ്ങ. പിടിച്ചോ പിടിച്ചോ. ഇത് കൂടി പിടിച്ചോ, മുണുങ്ങ്. ആർത്തി പൊന്നു. പൊന്നമ്മേ, നമ്മൾ നാളെ ഒരു ടൂറ് പോകുന്നു. എവിടേക്ക്? അതെവിടെയാണെന്ന് നീ തീരുമാനിച്ചാ മതി. പിന്നെ വല്യച്ഛനും കൂടെ വരും.
അല്ല വല്യച്ഛന്റെ ഭാവം എന്തോന്നാ, പോകുന്നില്ലേ? പോകൂടി പോകും. അതിനു മുമ്പ് നമ്മളോട് ഒന്നിച്ചൊരു യാത്ര ചെയ്യണമെന്ന് വല്യച്ഛനൊരാഗ്രഹം. വല്യച്ഛനാ ഇങ്ങോട്ട് പറഞ്ഞത്. ദേ മറ്റൊരു കാര്യം കൂടി വല്യച്ഛൻ പറഞ്ഞു. എന്തോന്ന്? പുള്ളിയുടെ ആകപ്പാടെയുള്ള സമ്പാദ്യം മുഴുവൻ ആ ബ്രീഫ് കേസിനുള്ളിലാണെന്ന്. ആ ബ്രീഫ് കേസ് നമുക്കുള്ളതാണെന്ന് എനിക്ക് തോന്നി. ഏതായാലും കുറച്ച് ദിവസം കൂടി കഴിയുമ്പോ വല്യച്ഛനങ്ങ് പോകും. കാശിയിൽ പോയി ഭജന ഇരിക്കാനാ പുള്ളിയുടെ പരിപാടി. എന്തായാലും നമ്മൾ മെനക്കെട്ടതിന് കൂലി കിട്ടണം, അത്രേ ഉള്ളൂ. വാടി വേഗം. തങ്കപ്പാ താക്കോല് ഭദ്രമായി വെച്ചോ. വല്യച്ഛൻ ആ സൂട്ട് കേസും ഭദ്രമായിട്ട് സൂക്ഷിച്ചോ. കേറ്. ആഹാ, എങ്ങോട്ട് പോകുന്നു വല്യച്ഛനും മക്കളും? അതെ, ഞങ്ങൾ 3 പേരും കൂടി ഒരു ടൂറ് പോവുകയാണ്. 2 ദിവസം കഴിഞ്ഞേ വരും. നിന്റെ ഒരു കണ്ണ് ഇവിടെ ഉണ്ടാകണം. ശരി. ശരിക്കും നോക്കിക്കോണം. അതെ, ഒന്ന് നോക്കിയേക്കണേ. കേറ് മക്കളെ. ശരി. വല്യച്ഛ വേഗം കയറിക്കോ. വണ്ടി വിട്ടോ. ട്രിപ്പ് കഴിഞ്ഞ് വന്നാ ഉടൻ തന്നെ പെട്ടി തരണം വല്യച്ഛ. അയ്യോ, എന്തായാലും അടിപൊളി യാത്രയായിരുന്നു. മക്കളെ, യാത്രയ്ക്ക് എല്ലാം കൂടി എത്ര രൂപ ചെലവായി? എല്ലാം കൂടി ഒരു 10-12,000 രൂപ ചെലവായി. കംപ്ലീറ്റ് ക്യാഷും ATM കൗണ്ടറിൽ നിന്ന് എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ അതിന്റെ കോഡ് നമ്പർ മറന്നുപോയി. അതൊക്കെ ഒരു ഡയറി കുറിച്ചു വെക്കണ്ടായിരുന്നോ? സാരമില്ല, വല്യച്ഛന്റെ സന്തോഷമല്ലേ ഞങ്ങളുടെ സന്തോഷം. യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നല്ലേ, വലിച്ചും പോയി റെസ്റ്റ് എടുക്കണം. എന്നാ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാല്ലേ. മക്കളെ, ഒരുപാട് യാത്രാ ക്ഷീണം കാണും, കിടന്നുറങ്ങണം കേട്ടാ. അയ്യോ, ഇരുന്നിരുന്നൊരു യാത്ര ചെയ്തപ്പോ എന്റെ പോക്കറ്റ് വെളുത്തു. എന്നാലെന്താ, വല്യച്ഛന്റെ പെട്ടി നമുക്ക് കിട്ടുമല്ലോ. അതാണ് ഒരാശ്വാസം. മക്കളെ, എന്താ വല്യച്ഛ? വല്യച്ഛൻ എങ്ങോട്ടാ? ഞാൻ തിരിച്ചു പോവാണ് മക്കളെ. 2-3 ദിവസോട് കഴിഞ്ഞിട്ട് പോയാ പോരെ വല്യച്ഛ? ഇല്ല മക്കളെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. എന്റെ സമ്പാദ്യം മുഴുവനും ഈ പെട്ടിയിലുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇതിനൊക്കെ ഞങ്ങൾ യോഗ്യരാണോ വല്യച്ഛ? കൊള്ളാം. ഇതിനെന്തുകൊണ്ട് യോഗ്യർ നിങ്ങൾ മാത്രമാണ്. എന്റെ കാലശേഷം എന്റെ എല്ലാ സമ്പാദ്യങ്ങളുടെ അവകാശികൾ നിങ്ങളായിരിക്കും. ഒരുപാട് ബന്ധുക്കളുടെ വീട്ടിൽ ഞാൻ ചെന്നെങ്കിലും അവരെല്ലാം എന്നെ ഒഴിവാക്കാനാണ് ശ്രമിച്ചത്. തങ്കപ്പാ, എന്തോ നീ എനിക്ക് ഒരു ഉപകാരം കൂടി ചെയ്യണം. വല്യച്ഛൻ പറ. ഇതാ എന്റെ ATM കാർഡ്, പാസ്ബുക്ക് ഇതിനകത്തുണ്ട്. അതിന്റെ കോഡ് നമ്പർ എത്രയാണെന്ന് ഞാൻ ആലോചിച്ച് വിളിച്ചു പറയാം. ഇതൊക്കെ വേണ്ടായിരുന്നു. ഇങ്ങ് വന്നേ തങ്കപ്പാ. മക്കളെ, എനിക്ക് യാത്രാ ചെലവിനും മറ്റുമായി ഒരു 5000 രൂപ നീ എനിക്ക് ഒപ്പിച്ചു തരണം. അതിനെന്താ, 5000 രൂപ അല്ലേ? വല്യച്ഛന് ഞാൻ തരും 5000 രൂപ. 5000 രൂപ ഇപ്പൊ കാശായിട്ട് എടുക്കാൻ. 5000 രൂപയായിട്ട് തരാനില്ലെങ്കിലും വള ഊരി തന്നാലും പൊന്നു, ഒരു വള ഊരിക്കൂട്. 5000 രൂപ ഒരെണ്ണം മതി. അല്ല, മൂന്ന് വള. അല്ല, 3 വേണ്ട, 1, 2. 2 അതേ ഒരെണ്ണം. തൃപ്തിയായി മക്കളെ, ഈ വല്യച്ഛന് തൃപ്തിയായി. മക്കളെ, നീ എന്നെ അനുഗ്രഹിക്കണം മക്കളെ. വല്യച്ഛന്റെ കാലം ഞങ്ങളല്ലേ വീണ്ടത്. സന്തോഷത്തിനിടയ്ക്ക് ഞാനത് മറന്നുപോയി മക്കളെ. എത്ര പാവം വരുമോ എന്തോ. മക്കളെ, ഞാൻ ഇറങ്ങുക. ഇനി എങ്ങോട്ടാണോ യാത്ര? ഹിമാലയത്തിലേക്കുള്ള തീർത്ഥയാത്ര ഞാൻ ഈ പുണ്യഭവനത്തിൽ നിന്നും ആരംഭിക്കുകയാണ്. മംഗളം നേരുന്നു.
ഞാൻ അങ്ങോട്ടും എല്ലാ മംഗളങ്ങളും നേരുന്നു. മംഗളം നേരുന്നു ഞാൻ വല്യച്ഛ, മംഗളം നേരുന്നു ശരി, ഞാൻ. മക്കളെ എന്റെ പൊന്നെ. എന്തായാലും നിന്റെ വല്യച്ഛൻ കൊള്ളാം. എന്റെ വല്യച്ഛനോ? ഹാ, പിന്നെ നിന്റെ വല്യച്ഛനല്ലേ? തങ്കപ്പേട്ടന്റെ വല്യച്ഛൻ എങ്ങനെ എന്റെ വല്യച്ഛനാവും? എന്റെ വല്യച്ഛനാ? എന്റെ പൊന്നമ്മയെ സത്യമായിട്ട് എന്റെ വല്യച്ഛനല്ല. അയ്യോ, ആ, ഞാൻ പൊന്നമ്മയുടെ വല്യച്ഛനാണെന്ന് കരുതിച്ചാണ് ഇത്രയും വലിയ സെറ്റപ്പിലൊക്കെ താമസമൊക്കെ കൊടുത്തത്. ഈശ്വരാ, സത്യമായിട്ടും അയാൾ എന്റെ വല്യച്ഛനല്ല. നേരാണോ നീ പറയുന്നത്? ഞാൻ എന്തിനു കള്ളം പറയണം? വല്ലവരുടെയും വല്യച്ഛൻ നമ്മൾക്ക് എന്തിനാണ് പെട്ടി തന്നിട്ട് പോയത്? വാ നമുക്ക് നോക്കാം, പുള്ളിയുടെ സമ്പാദ്യം ഉണ്ടാന്ന് നോക്കാം. തുറക്ക്, തുറക്ക്. ഈ ആക്രാന്തം കാണിക്കല് തുറക്കട്ടെ. അയ്യോ, സമ്പാദ്യം തുറക്ക് അങ്ങോട്ട്. നമുക്കുള്ളതാ. അയ്യോ, അയ്യോ, ഇതെന്ത് ബ്രഷ്? ദേ, ഇതിനകത്താണ്. നോക്ക്. ഇതിനകത്ത് കാണുന്നു. ഇതിനകത്ത് അയ്യോ, അത് കാലി. അയ്യോ, എന്റെ വള. അയ്യോ, തല, 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 തല. ഇത് വിൽക്കുക മനുഷ്യ. വിക്കോ? അയ്യോ. അപ്പോൾ അയാൾ ആൾമാറാട്ടക്കാരനാണ്. അതിവിദഗ്ധമായാണ് ആ വല്യച്ഛൻ നമ്മളെ പറ്റിച്ചിട്ട് പോയത്. അയാളെ വിടരുത്. ഈ കോളനി വിടും മുമ്പ് അയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കണം. ഇനി അയാൾ ആരും പറ്റിക്കരുത്. ആൾമാറാട്ടക്കാരനെ ഏത് വേഷത്തിൽ കണ്ടാലും ഞാൻ പൊക്കും. ഹലോ, ആരാ? മിസ്റ്റർ പ്രശാന്ത്. അല്ല, ബിജു. യെസ്, ബിജു. ബിജുവിന്റെ ബ്രദർ ഗൾഫിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, പേരെന്താ? ആ, പ്രശാന്ത്. പ്രശാന്ത്. ആ പ്രശാന്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാ ഞാൻ. പുതിയ വെട്ടിപ്പിന്റെ മറ്റൊരാൾ രൂപമായ ഈ വല്യച്ഛൻ കോളനിയിലെ ഗേറ്റുകൾക്ക് മുന്നിൽ ഇനിയും വല്യച്ഛനായോ കൊച്ചപ്പൂപ്പനായോ പ്രത്യക്ഷപ്പെടും. ജാഗ്രത.